നമസ്കാരം. ദേവസൈനയിലേക്കും നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഭാഗം 2ലേക്കും സ്വാഗതം. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഭാഗം 1 ഐതിഹ്യവും ക്ഷേത്രഘടനയുമാണ് പറഞ്ഞത്. അതിൻ്റെ തുടർച്ച. ചതുരാകൃതിയിൽ തീർത്ത ഒറ്റനില ശ്രീകോവിലാണ് ക്ഷേത്രത്തിൽ ഉള്ളത്. വളരെ ചെറുതാണെങ്കിലും ചുവർ ചിത്രങ്ങളും ദാരുശില്പങ്ങളും കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട് ശ്രീകോവിൽ. കരിങ്കല്ലിൽ തീർത്ത ശ്രീകോവിലിന്റെ മേൽക്കൂര ചെമ്പുമേഞ്ഞിട്ടുണ്ട്. മുകളിൽ സ്വർണ താഴികക്കുടം ശോഭിച്ച് നിൽക്കുന്നു. അകത്ത് 2 മുറികളുണ്ട്. അവയിൽ കിഴക്കുഭാഗത്തുള്ളതാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം. 2 അടിയോളം ഉയരം വരുന്ന പഞ്ചലോഹ നിർമ്മിതമായ ശ്രീകൃഷ്ണ വിഗ്രഹം പടിഞ്ഞാറോട്ട് ദർശനമായി കുടികൊള്ളുന്നു. 2 കൈകളിലും വെണ്ണ പിടിച്ചു നിൽക്കുന്ന ഭഗവാനാണ് ഇവിടെ ഉള്ളത്. മനോഹരമായ വിഗ്രഹം വിഷുനാളിൽ അസ്തമയ സൂര്യന്റെ കിരണങ്ങളേറ്റ് തിളങ്ങുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നതാണ്. വിശ്വപ്രകൃതിയുടെ മൂല തേജസ്സിനെ ആവാഹിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ നെയ്യാറ്റിൻകരയിലെ ശ്രീലകത്ത് വെണ്ണക്കണ്ണനായി വാഴുന്നു. ശ്രീകോവിലിന്റെ ചുറ്റുമുള്ള ചുവർ ചിത്രങ്ങളിൽ ശ്രീകൃഷ്ണ ലീല, ദശാവതാരം തുടങ്ങിയ രൂപങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം. വടക്കു ഭാഗത്ത് ഓവ് കാണാം. ഭഗവാന് അഭിഷേകം ചെയ്യുന്ന ജലം ഇതിലൂടെ ഒഴുകി നെയ്യാറിൽ എത്തുന്നു. ശ്രീകോവിലിനെ ചുറ്റി 4 അമ്പലം പണിതിരിക്കുന്നു. വളരെ ചെറിയ 4 അമ്പലമാണ് ഇവിടെ. എടുത്തു പറയത്തക്ക സവിശേഷതകളൊന്നും തന്നെ 4 അമ്പലത്തിന് ഇല്ല. 4 അമ്പലത്തിലേക്കുള്ള പ്രവേശന കവാടത്തിന് ഇരുവശവും വാതിൽ മാടങ്ങൾ കാണാം. ഭക്തർ ഇവിടെ നാമജപത്തിനും വിശ്രമത്തിനുമായി ഉപയോഗിക്കുന്നു. 4 അമ്പലത്തിന്റെ തെക്ക് കിഴക്കേ മൂലയിൽ പതിവ് പോലെ തിടപ്പള്ളിയുണ്ട്. 4 അമ്പലത്തിനകത്ത് ശ്രീകോവിലിന്റെ ചുറ്റുമായി അകത്തെ ബലിവട്ടം പണിതിരിക്കുന്നു. അഷ്ടദിക്പാലകർ: പടിഞ്ഞാറ് വരുണൻ, വടക്കു പടിഞ്ഞാറ് വായു, വടക്ക് കുബേരൻ, വടക്ക് കിഴക്ക് ഈശാനൻ, കിഴക്ക് ഇന്ദ്രൻ, തെക്ക് കിഴക്ക് അഗ്നി, തെക്ക് യമൻ, തെക്കു പടിഞ്ഞാറ് നിര്യതി. സപ്തമാതൃക്കൾ: ബ്രാഹ്മി ബ്രഹ്മാണി, വൈഷ്ണവി മഹേശ്വരി, ഇന്ദ്രാണി, വരാഹി, കൗമാരി, ചാമുണ്ഡി. വീരഭദ്രൻ, ഗണപതി, ശാസ്താവ്, സുബ്രഹ്മണ്യൻ, ദുർഗാദേവി, ബ്രഹ്മാവ്, അനന്തൻ, നിർമാല്യധാരി. ഇവിടെ വിശ്വക്സേനൻ എന്നിവരെ പ്രതിനിധീകരിക്കുന്ന ബലിക്കല്ലുകൾ ഇവിടെ കാണാം. ശീവേലി സമയത്ത് ഇവയിൽ ബലി തൂകുന്നു. ബലിക്കല്ലുകളിൽ ചവിട്ടാനോ തൊട്ട് തലയിൽ വയ്ക്കാനോ പാടില്ല. ശ്രീകോവിലിന്റെ മുന്നിൽ സമചതുരാകൃതിയിൽ നമസ്കാര മണ്ഡപം പണിതിരിക്കുന്നു. 4 കാലുകളോട് കൂടിയ വളരെ ചെറിയൊരു മണ്ഡപമാണ് ഇത്. അതിനാൽ പൂജാരിക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ല. മണ്ഡപത്തിന്റെ കിഴക്കേ അറ്റത്ത് ഒരു ഗരുഡ പ്രതിമയുണ്ട്. ഭഗവാനെ നോക്കി തൊഴുന്ന ഭാവത്തിലാണ് ഗരുഡൻ കുടികൊള്ളുന്നത്. നന്ദി, നമസ്കാരം.